ഹലോ കൂട്ടുകാരെ, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എക്സസൈസിൽ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7-ഉം ക്വസ്റ്റ്യൻ നമ്പർ 8-ഉം ചെയ്യാനുണ്ട്. നമുക്ക് അത് രണ്ടും ഇപ്പോൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. -4^3 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -4 ആണ്. -4 ഇൻറ്റു -4 ഇൻറ്റു -4. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിലെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64. കഴിഞ്ഞു. ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. -3 ഇൻറ്റു -2^3. -3 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2. ആദ്യം സൈൻ നോക്കാം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 2 24. അപ്പോൾ ആൻസർ 24 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് -3² ഇൻറ്റു -5². അപ്പം -3 ഇൻറ്റു -3 ഇൻറ്റു -5 ഇൻറ്റു -5. -3 ഇൻറ്റു -3, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 3 ഇൻറ്റു 3 9 ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 9 നോക്കാം. 5 ഇൻറ്റു 9 45, 5 here 4 up. 2 ഇൻറ്റു 9 18, 18 പ്ലസ് 4 22. ആൻസർ 225. അടുത്തത് നോക്കാം. -2^3 ഇൻറ്റു -10^3. -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഈക്വൽസ് ടു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ്. 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1 എഴുതിയിട്ട് 3 zeros എഴുതി കൊടുക്കുക. -1000 അല്ലേ? ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 8 ഇൻറ്റു 1000 8000. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് വലുതെന്നാണ് നമ്മൾ പറയേണ്ടത്. 10ന്റെ പവർ 12 ആണ് ഇവിടെ, 10ന്റെ പവർ 8ഉം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതാണ് വലുതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് 10^4 ആണോ 10^2 ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 0 0 0 0 ആണ് 10^4. 10^2 എന്ന് പറഞ്ഞാൽ 1 0 0. ഏതാ വലുത്? 10^4 തന്നെയാണ് അല്ലേ? കാരണം ഇവിടെ 4 zeros എന്ന് പറയുമ്പോൾ ഇത് 10,000 ആയി മാറി. 100 ആണോ 10,000 ആണോ വലുത്? 10,000 തന്നെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് 10^12 എന്ന് പറഞ്ഞാൽ 1 എഴുതിയിട്ട് 12 zeros ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 1 എഴുതിയിട്ട് 8 zeros. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും വലുത്. പിന്നെ ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോഴും 2.7 ആണ് 1.5നേക്കാൾ വലുത്. എന്തെഴുതാം? 2.7 ഇൻറ്റു 10^12 ഈസ് ഗ്രേറ്റർ ദാൻ 1.5 ഇൻറ്റു 10^8. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 4 ഇൻറ്റു 10^14, 3 ഇൻറ്റു 10^14. ഇവിടെ രണ്ടിലും 10ന്റെ പവർ 14 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ നമ്പേഴ്സ് കമ്പയർ ചെയ്യാം. ഇവിടെ 4 ആണോ 3 ആണോ ഗ്രേറ്റർ? 4 ആണല്ലോ. അപ്പോൾ 4 ഇൻറ്റു 10^14 ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇൻറ്റു 10^14. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ദിവസം തന്നെ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.